ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായ വിശേഷമൊക്കെ മുട്ടിട്ട വിശേഷമൊക്കെ ഞാൻ മുമ്പ് അറിയിച്ചിരുന്നു. ഇപ്പോൾ അതാ രാത്രി ഞാൻ വെറുതെ ടെറസിൽ കയറിയപ്പോൾ ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫ്ലവർ എന്താ പറയുക, നല്ല ഭംഗിയുണ്ട്. രണ്ടെണ്ണമാണ് ആദ്യം കണ്ടത്. ബാക്കിയൊക്കെ ഞാൻ മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് കവറിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടെണ്ണം വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ പകൽ ഞാൻ രാവിലെ ഇത് അടഞ്ഞു പോകുന്നതിൻ്റെ മുമ്പായിട്ട് വേഗം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പരാഗണം ചെയ്ത് കൊടുക്കണമല്ലോ എന്ന്. അങ്ങനെ ഇതിന് പരാഗണമൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. 2 ഫ്ലവറാണ് ആദ്യം ഉണ്ടായത്. കുറേ മുട്ട ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു 5, 8, 9 മുട്ട വന്നിരുന്നു. കുറേ പൊഴിഞ്ഞു പോയി. അപ്പോൾ ഇതിൽ ലാസ്റ്റ് എത്രണ്ണം പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ഇട്ട് കാണിക്കാം കേട്ടോ. ഷോർട്സ് വീഡിയോയിൽ ഇത്രയും ഞാൻ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കായ ഈ പ്രാവശ്യം പിടിക്കുമെന്ന് ഞാൻ കരുതിയില്ല. കാരണം ഇത് വേറെ ഗ്രോ ബാഗിലും പിന്നെ വേറെ ഒരു ചെടിച്ചട്ടിയിലൊക്കെ ആയിരുന്നല്ലോ. അപ്പം ഞാൻ അതൊക്കെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന് ഇങ്ങനത്തെ ഒരു ഡ്രമ്മിലേക്ക് മാറ്റിയത് കാരണം അത് പിടിക്കുകയോ ഉണ്ടാവുമോ എന്നൊന്നും ഒരു ഉറപ്പില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് മാറ്റി നട്ടത്. അപ്പോൾ അത് ഡൗട്ടായിരുന്നു ഉണ്ടാവുമോയെന്ന്. പക്ഷേ അതിൻ്റെ സമയമായപ്പം റെഡിയായി കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ ഫ്ലവറിലേക്കാണ് നമ്മൾ അതിൻ്റെ പൂമ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പരാഗണം ചെയ്യുന്ന വേറൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് എല്ലാം കൂടെ ചെയ്തൊരു വീഡിയോ ഇപ്പം ഇട്ടതാണ്, എഡിറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് പൂമ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തത്. ഇപ്പം ഞാൻ മുമ്പൊക്കെ 1ഉം 2ഉം കായകളൊക്കെ കിട്ടിയിരുന്നുള്ളൂ. ഇപ്പോൾ 2, 3 വരെയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ വളം ഇട്ട് കൊടുക്കണം. മഴയൊക്കെ ആണല്ലോ, നല്ല ശക്തമായ മഴയാണ് കേട്ടോ. അപ്പോൾ ഇനി ഫ്ലവർ ഇപ്പം പിടിക്കുമെന്ന് അറിയില്ല. ഏതായാലും ഇത്രയൊക്കെ പിടിച്ചിട്ടുണ്ട്. ബാക്കി വിശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും 2-3 എണ്ണമൊക്കെ പിടിച്ച് കിട്ടി. അപ്പം അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ മഴ, നല്ല ശക്തമായ മഴ ആയത് കാരണം എല്ലാം നശിക്കും എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഒരു ഫ്ലവർ കുറച്ചൊരു കവറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വിരിഞ്ഞിട്ട് കുറച്ച് ഡാമേജ് പോലെയൊക്കെ തോന്നിയിരുന്നു. പിന്നെ ഞാനത് നോക്കാൻ വിട്ടു പോവുകയും ചെയ്തു. പിന്നെ രാവിലെ ഞാനത് പെട്ടെന്ന് ഓർത്തപ്പം കുറച്ചൊരു വാട്ടമൊക്കെ വന്നിരുന്നു. എന്നാലും ഞാൻ അതിൻ്റെ പൂമ്പൊടിയൊക്കെ അതിലേക്ക് പരാഗണമൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വീണ്ടും ഉണ്ടായ കായകളൊക്കെ. അപ്പോൾ ഇതൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.